ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ രാത്രിയിലാണെങ്കിൽ ഇവിടുത്തെ ഒരു മോളിൽ, അതായത് ഇപ്പം ഞാനാണ് പ്യൂനെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാത്രി 11:30 ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം ബന്ധാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വ്ളോഗ് ഈ ഒരു മോളിൽ ഞങ്ങൾ വന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് മാത്രമാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ലൈനിൽ തന്നെ നിൽക്കുക, വീഡിയോ ഫുള്ളായിട്ട് എൻഡ് വരെ കാണുക. അപ്പോൾ ഇതാണ് പൂനെ സിറ്റി. പൂനെ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണാം, അതിമനോഹരമായ സൂപ്പർ ബിൽഡിങ്ങുകളാണ് ഇപ്പം പൂനെ സിറ്റിയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോസിൽ ഞാൻ പൂനെയിൽ നിന്നും കപ്പോളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു സ്ഥലമാണിത്. ബാക്കിയുള്ള സിറ്റികളെ പോലെ തന്നെ, വലിയ വലിയ സിറ്റികളെ പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റോഡുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പൂനെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. കേരളത്തിൻ്റെ ഫീൽ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ചൂട്. ആ ചൂട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല കേരളത്തിൻ്റെ സൂപ്പർ ചൂടാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അനുഭവപ്പെടും. പിന്നെ ഏത് സമയത്തും മഴ പെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. 2 ദിവസം ചൂടാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ മഴ വന്നിരിക്കാം. അങ്ങനെയുള്ള ആ ഒരു പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യലും കൊമേഴ്സ്യലും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പൂനെയിൽ നടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെയാണ് നടക്കുന്നത്. ഇത് പൂനെ മുംബൈ ഹൈവേയിലാണുള്ളത്. നമ്മൾ മുംബൈയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് പൂനെ വരെ പോകണ്ട, അതിന് മുമ്പ് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് ഇവാന. ഇതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഞങ്ങളുടെ പാർട്ട്ണർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കൂടെയുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് വന്നാൽ റിട്ടേൺ ആയപ്പോൾ രാത്രിയായി, തിരിച്ചുപോയി. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രോഗ്രാം അല്ല കേട്ടോ, ഒരു ഒഫീഷ്യൽ പ്രോബ്ലം ഉള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ വന്നത്. മോളിൽ വന്നപ്പോൾ കംപ്ലീറ്റ് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഓഫായി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഐസ്ക്രീം തിന്നണം എന്നൊരു മോഹം ഉദിച്ചു വന്നത്. അപ്പോൾ ഈ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തം നോക്കി നടന്നു. അപ്പോൾ താഴെ ഞങ്ങൾ പകൽ വന്ന സമയത്ത് കംപ്ലീറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. രാത്രി വന്നപ്പോൾ ഒരു ഐസ്ക്രീം കാണുന്നില്ല, ലൈറ്റുകളും ബന്ദ്. കറണ്ട് ലാഭിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ആക്ഷൻ അവരെടുക്കുന്നത്. ഡൊമിനോസ് അല്ലാതെ എല്ലാം എന്നാണ്. പിന്നുള്ളത് നമ്മുടെ ഈ സിനിമയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ സിനിമയിൽ കയറി ഐസ്ക്രീം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിക്കരുത്. പക്ഷേ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൂറത്തിനെ പറ്റിയാണ് എനിക്കിപ്പോൾ പറയുന്നത്. സൂറത്തിൽ നമ്മൾ രാത്രി 2 മണിക്ക് പോകും, 3 മണിക്ക് പോകും. അവിടെ 2 സാധനങ്ങൾ ഏത് സമയത്തും കിട്ടും. അതിലൊന്നാണ് ഐസ്ക്രീം, രണ്ടാമതാണ് ചായ. ഈ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മണിയല്ല, അത് 3 മണി തൊട്ട് കഴിയുമ്പോൾ അടുത്ത ഷിഫ്റ്റ് തുടങ്ങി വേറെ ആൾക്കാരാണ് അവിടെ വരുന്നത്. അപ്പോൾ ചായയും ഐസ്ക്രീമും സൂറത്തിൽ ഒരിക്കലും ബന്ധായില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടാം, എവിടെ വേണമെങ്കിലും കിട്ടാം. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഐസ്ക്രീം മേടിക്കുന്ന കാഴ്ചകളാണ്. അതിൽ വലിയതായിട്ട് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് കാണാം. രാജൻ സിനിമാസ് में अवेलेबल है आइसक्रीम मिल गया. ये बेरी ब्लास्ट है, ये फ्रूट ओवरलोड है. मिल गया मेरा आइसक्रीम. ले लिया. അങ്ങനെ രാവിലെ 5 മണിയായി. നമ്മുടെ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോയാണ്. 5 മണിയിലും രാവിലെ 5 മണിയിലും നമുക്ക് ഇതുപോലുള്ള കാഴ്ചയാണ്. അതായത് ഏകദേശം ഒരു 8 മണിയിൽ ട്രാഫിക്കാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 5 മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ
ഹോട്ടലിൽ ചെന്ന് അതിന് ശേഷം 12 മണിയാകുമ്പോഴത്തേന് വീണ്ടും തിരിച്ചിറങ്ങണം. കാരണം തിരിച്ചുള്ള ഫ്ലൈറ്റ് അന്നേരമാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണിക്കാൻ. ഇത് ഇവിടുത്തെ ബിൽഡിംഗാണ്, അവിടുത്തെ ഒരു റെഫ്യൂസ് ഏരിയ ആണ് ഈ കണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂനെ സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് പൂനെ സിറ്റിയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. बीड़ी जलाए जगह से भी आप उसे कैसे भूल सकते हैं. माचिस का गाना. സിറ്റി വൈബ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാമെന്നല്ല, നമ്മൾക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. അതുപോലത്തെ സെറ്റപ്പ് ആണ് സിറ്റി ചെയ്ത് വെച്ചിരിക്കുന്നത്. സിറ്റി ഡെവലപ്പ് ആയിരിക്കുന്നത്. പറയുന്നത് നമ്മളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കാരണം നമ്മൾ ഈ വ്ളോഗിങ് ഫീൽഡിൽ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എത്തിപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കുക. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ മനോഹരമായ പൂനെ എയർപോർട്ട്. അപ്പോൾ ഇതാണ് പൂനെ എയർപോർട്ട്. പൂനെ എയർപോർട്ടിൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബോർഡിംഗ് പാസ് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ലൈനിൽ ക്യൂ ആയിട്ട് നിൽക്കുക. ആ വലിയ ക്യൂ നിൽക്കുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഇവിടെ നിന്ന് എടുക്കുക. ഇതിനെക്കാട്ടി എളുപ്പമുള്ളൊരു കാര്യമാണ് DG യാത്ര എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ കയറുക, ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം ഒരു സെൽഫി എടുത്ത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ PNR നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടേ പോകുന്നുണ്ടേ എന്നൊക്കെ എയർപോർട്ടുകാർക്ക് അങ്ങ് അറിഞ്ഞോളും. പിന്നെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഗേറ്റ് തന്നെ തുറക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കയറിപ്പോൾ ഇറങ്ങി വരാം. ക്യൂ വേണ്ട, ഇതൊന്നും നിൽക്കണ്ട, നമ്മൾ നേരെ പോകുന്നത് ചെക്കിങ്ങിലോട്ടാണ്. ലഗേജ് ഇടണമെങ്കിൽ ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കിയോസ്ക് യൂസ് ചെയ്ത് നമുക്ക് ലഗേജിൻ്റെ സ്ട്രിപ്പ് എടുത്ത് നമുക്ക് അത് ഡയറക്റ്റായിട്ട് ഇടാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല. ടെക്നോളജി വരുന്നതിനനുസരിച്ച് തന്നെ, സിറ്റി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗേറ്റ് നോക്കിയുള്ളൊരു പോക്കാട്ടാ. അപ്പോൾ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശ്വാസം മുട്ടുന്നു. അമ്മേ.